ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഓട്സ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഏത് പാത്രത്തിലാണോ നമ്മൾ ഓട്സ് തയ്യാറാക്കുന്നത്, അപ്പോൾ അതുപോലെ ഒരു ബൗൾ ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബൗളിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓട്സ് ആണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് ഓട്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഗ്രാം കണക്ക് ടൈറ്റിൽ ഇവിടെ കൊടുത്തിരിക്കാം. നമ്മളിൽ പലരും ഒരു ദിവസം ഒരു സമയമെങ്കിലും ഓട്സ് കഴിക്കുന്നവരാണ്. അത്രയ്ക്കും ഗുണങ്ങളും അതുപോലെ തന്നെ ആരോഗ്യത്തിന് വളരെ നല്ലതുമായിട്ടുള്ള ഒന്നാണ് ഈ ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓട്സ് നമുക്ക് ഒരു ബൗളിലേക്ക് ചേർക്കാം. പ്രത്യേകിച്ച് ഈ ഡയറ്റിലിരിക്കുന്നവരും അതുപോലെ തന്നെ അമിത വണ്ണമുള്ളവർ വണ്ണം കുറയ്ക്കാനൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഓട്സ്. നമ്മളിപ്പോൾ പല രീതിയിലും ഓട്സ് തയ്യാറാക്കാറുണ്ട്. ഓട്സ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ നല്ല ആരോഗ്യത്തിന് നന്നായിട്ടിരിക്കാൻ വേണ്ടിയാണ് ഓട്സ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ അതിലേക്ക് ഒരുപാട് കലോറി അടങ്ങിയിട്ടുള്ള ഒന്നും ചേർക്കരുത്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഒരു ബൗളിലേക്ക് ഓട്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓട്സ് വേകാനും ആവശ്യമായിട്ടുള്ള വെള്ളം. സാധാരണ നമ്മൾ പാൽ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വളരെ ഹെൽത്തി ആയിട്ട് വേണം നമുക്ക് ഈ ഓട്സ് കഴിക്കേണ്ടത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് നമ്മൾ തയ്യാറാക്കുമ്പോഴത്തേക്കും പാലിൻ്റെ അളവ് വളരെ കുറച്ച് മാത്രം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഫസ്റ്റ് നമുക്ക് ഓട്സ് വേവിച്ചെടുക്കാനായിട്ട് വെള്ളം തന്നെ ധാരാളമാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഓട്സ് വേവിക്കുമ്പോഴത്തേക്കും എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളത് കുക്ക് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ചിരുന്നാൽ മതിയാവും. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒരുപാട് കലോറി ഒരുപാട് കുറഞ്ഞതും അതുപോലെ തന്നെ പ്രോട്ടീനും ഫൈബറും ഒക്കെ ധാരാളം അടങ്ങിയതൊരു ധാന്യമാണ് നമ്മുടെ ഓട്സ്. സാധാരണ ധാന്യം എന്ന് പറയുമ്പോൾ അതിൽ പ്രോട്ടീൻ്റെ അളവ് വളരെ കുറവായിരിക്കും. പക്ഷേ നമ്മുടെ ഈ ഓട്സിൽ അങ്ങനെയല്ല. ഓട്സിൽ പ്രോട്ടീൻ വളരെ കൂടുതലാണ്. അതിൻ്റെ പേരിലാണ് നമ്മളിങ്ങനെ ആരോഗ്യത്തിന് നല്ലതായിട്ട് ഈ ഓട്സ് എടുക്കുന്നത്. കൊളസ്ട്രോൾ ഉള്ളവരും അതുപോലെ തന്നെ പ്രമേഹം ഉള്ളവർക്കൊക്കെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഓട്സ്. അപ്പോൾ നമ്മൾ ആ ഓട്സ് കഴിക്കുമ്പോഴത്തേക്കും ആ ഒരു രീതിയിൽ അത്രയും ഹെൽത്തി ആയിട്ട് തന്നെ കഴിവതും കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഈ ഓട്സിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എന്ത് അസുഖമുള്ളവർക്കും നമുക്ക് ഈ ഓട്സ് എടുക്കാവുന്നതേ ഉള്ളൂ. സാധാരണ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കൊക്കെ ഓട്സ് കഴിക്കാവുന്നതാണ്. ഓട്സ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞതുപോലെ അധികം മസാലകളൊന്നും ഇല്ലാത്ത ഓട്സ് മേടിക്കാൻ വേണ്ടി നോക്കണം. അതുപോലെ തന്നെ അത്രയും ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാനും നോക്കണം. പിന്നെ ഒരു കാര്യം കൂടി എടുത്ത് പറയുകയാണ്, ഓട്സിനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന ഗുണങ്ങളെല്ലാം നിങ്ങളൊന്ന് കമൻറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കുന്ന രീതി കൂടി ഒന്ന് എഴുതി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും എനിക്ക് ഒരുപാട് ഉപകാരമാകും. അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഈ വെള്ളമെല്ലാം ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഓട്സ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റോളം എടുക്കുക ഓട്സ് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമല്ല വെച്ചിട്ടുള്ളതെങ്കിൽ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അടുക്കി പിടിക്കും. അതിൻ്റെ പേരിലാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ ഓട്സ് എല്ലാം നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ 1 കപ്പ് അളവിലാണ് ഓട്സ് ചേർത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ട് കട്ടിയായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലെടുക്കുമ്പോൾ അധികം ഇങ്ങനെ ഫാറ്റില്ലാത്ത പാല് നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് എത്രത്തോളം പാല് വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പാലും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് കുറച്ച് നട്ട്സും കൂടിയാണ്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ കുറച്ച് ബദാമും പിസ്തയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത് അത് തന്നെ ചേർക്കാം. പിന്നെ കപ്പലിൻ്റെ ഒന്നും ചേർക്കാൻ നിൽക്കണ്ട. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് നട്ട്സും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇത് നിർബന്ധമില്ല, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയാവും.
പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് നേന്ത്രപ്പഴം കൂടിയാണ്. അപ്പോൾ പഴം ചേർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം ചേർക്കാം. അപ്പോൾ നേന്ത്രപ്പഴം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് കുറച്ച് മധുരം നമുക്ക് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. കൂടെ തന്നെ ഒരല്പം ഉപ്പും കൂടി, ഉപ്പ് ചേർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ നമ്മളിപ്പോൾ പഴമൊക്കെ ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ പിന്നീട് നമ്മളിത് നന്നായിട്ട് വേവിക്കണമെന്നോ അല്ലെങ്കിൽ തിളപ്പിക്കണമെന്നോ ഒന്നും ആവശ്യമില്ല. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ ചൂടിലിരുന്നിട്ട് തന്നെ നമ്മുടെ പഴമൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടും. അത്രയും മാത്രം വെന്ത് കിട്ടിയാൽ മതിയാവും. നമ്മളിപ്പോൾ ഈ നട്ട്സൊക്കെ ചേർത്തിട്ട് പിന്നീട് തിളപ്പിക്കുമ്പോഴത്തേക്കും നട്ട്സ് എല്ലാം കുതിർന്നു പോകും, അതിൻ്റെ പേരിലും കൂടിയാണ്. സാധാരണ നമ്മളിപ്പോൾ ഓട്സ് എങ്ങനെയാണോ തയ്യാറാക്കുന്നത്, കുറച്ച് കട്ടിക്കാണോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്നും കുറച്ചും കൂടി ലൂസായിട്ടാണോ, അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. ഇതിന്നും ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി പാലോ വെള്ളമോ ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഇത് ചൂടോടുകൂടി തന്നെ ഒരു സെർവിങ് ബൗളിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം. എപ്പോഴും ഈ ഓട്സ് കഴിക്കുമ്പോൾ നല്ല ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടോടെ തന്നെ ഒന്ന് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ എടുത്തതുപോലെ കുറച്ച് നട്ട്സ് കൂടി ഇതിന് മുകളിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം. നട്ട്സ് എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. നട്ട്സ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് മധുരം ചേർത്തിട്ടാണ് നമ്മൾ ഓട്സ് കഴിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും പഞ്ചസാര ചേർക്കരുത്. പകരം നമുക്കിതിൽ ചേർക്കാവുന്നത് ഒരല്പം തേനാണ്. തേൻ ചേർത്തിട്ട് നമ്മൾ മധുരത്തിനനുസരിച്ചിട്ട് തേൻ ചേർത്തിട്ട് നമുക്ക് കുടിക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ തേനും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം ബ്രൗൺ ഷുഗർ നമുക്കിതിലേക്ക് ചേർക്കാം. തേനൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരല്പം ഏലക്കാപ്പൊടിയും കൂടിയാണ്. ഏലക്കാപ്പൊടി ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരല്പം ഏലക്കാപ്പൊടിയും കൂടി ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തേക്കാണെന്നുണ്ടെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. അതുപോലെ തന്നെ നിങ്ങൾ ഓട്സ് എങ്ങനെയാണോ തയ്യാറാക്കുന്നത്, ഓട്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന ഗുണങ്ങളെല്ലാം കഴിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും അത് ഉപകാരമാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക. കൂടെ തന്നെ ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.